ആയുർവേദം എന്ന് പറയുമ്പോൾ പൊതുവിൽ പച്ചമരുന്നുകളും എണ്ണയും കുഴപ്പം ആണുള്ള ഒരു സങ്കല്പമാണ് പൊതുവിൽ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്. ആയുർവേദത്തിൽ കാട്ടാമെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ വീട്ടിലുള്ളവർ പറഞ്ഞു ആയുർവേദത്തിൽ കാട്ടിയാൽ ഭയങ്കര വേദനയായിരിക്കും, പിന്നെ ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും, അതുകൊണ്ട് ആയുർവേദം കാട്ടണ്ട എന്ന് പറഞ്ഞു. അപ്പൊ ഈ രോഗിയുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് വളരെ ദുർബലമായിരുന്നു. അങ്ങനെ 2 പ്രാവശ്യം സൂയിസൈഡ് ചെയ്യാനൊക്കെ പോയി ആരും വീട്ടില് ഞാനും അമ്മയും മാത്രം ഉണ്ടായിരുന്നു. പിന്നീട് സാറ് പറഞ്ഞു മൾട്ടിപ്പിസ്റ്റൂലാണ്, ഭയങ്കര സീരിയസ് ആണ് എന്ന് പറഞ്ഞു. കോഴിക്കോട് നിന്ന് തന്നെ അവര് ഓപ്പറേഷൻ ചെയ്യാതെ ഒഴിവാക്കിയതായിരുന്നു. ഞാൻ വിനോയ് KV. എനിക്ക് പിസ്തൂല എന്ന് പറഞ്ഞ അസുഖമാണ്. വയനാട്ടിലാണ് വീട്, പുൽപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ ബത്തേരി താലൂക്ക് ഹോസ്പിറ്റലിൽ കാട്ടുമ്പോൾ അവർ പിസ്തൂല എന്ന് പറഞ്ഞു. ഒരു സർജിക്കൽ ഡിസീസാണ്. പെരിയനൽ റീജിയൻ, അതായത് ബട്ടക്സിന്റെ ഭാഗത്ത് പിന്നെ അവിടെ ഒരു സ്ഥിരമായിട്ട് പഴുപ്പ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു അസുഖമായിട്ടാണ് രോഗിക്കും അത് അനുഭവപ്പെടുക. ഞാനിങ്ങനെ ഹൈദരാബാദിൽ ഷെഫായിട്ടായിരുന്നു ജോലി ചെയ്തിരുന്നത്. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കുന്ന ബുദ്ധിമുട്ടും പിന്നെ ടൈമിംഗ് ഇല്ലാത്ത ഈ സാറ് വന്നപ്പോഴും ഞാൻ സൂയിസൈഡിനൊക്കെ ശ്രമിക്കാനുള്ള അത്രയ്ക്കൊരു വേദന കണ്ടീഷനിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ സാറ് പറഞ്ഞു അതൊന്നുമില്ല, എല്ലാം മാറും, റെഡിയാകുമെന്ന് പറഞ്ഞ് വിശ്വാസമായിരുന്നു. പക്ഷെ അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ ചെയ്ത് നോക്കുമ്പം അതൊരു കോംപ്ലക്സ് ഫിസ്റ്റുല, മകന്തരം എന്ന രോഗമാണ്. കോംപ്ലക്സ് ഫിസ്റ്റുല എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് ഈ ഹോഴ്ഷൂ ഫിസ്റ്റുല എന്ന് പറയുന്നത്. അപ്പൊ പിസ്തൂല എന്താന്ന് അറിയത്തില്ല, പൈൽസ് എന്ന് പറഞ്ഞ രോഗമൊക്കെയാണ് അറിയായിരുന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഒന്നും സാറ് പറഞ്ഞില്ലായിരുന്നു എന്താ കാരണങ്ങൾ പറഞ്ഞില്ല. പിന്നീട് സാറ് പറഞ്ഞു മൾട്ടിപ്പിസ്റ്റൂലയാണ്, ഭയങ്കര സീരിയസ് ആണ് എന്ന് പറഞ്ഞു. കോഴിക്കോട് നിന്ന് തന്നെ അവര് ഓപ്പറേഷൻ ചെയ്യാതെ ഒഴിവാക്കിയതായിരുന്നു. 5 ട്രാക്ക് ഉണ്ട്. അപ്പൊ അതിവിടെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മലതാരത്തിന് സഞ്ചി ഇടണം, അപ്പൊ അതിട്ട് കിടക്കാനേ പറ്റുള്ളൂ. അപ്പൊ പ്രായമൊന്നും ആയില്ലോ, അതുകൊണ്ട് മരുന്നിന് പോവുകയാണെങ്കിൽ കോട്ടയം എന്ന് പറഞ്ഞു. വളരെ കോംപ്ലക്സ് ഫിസ്റ്റുലയാണ്. ഈ കോംപ്ലക്സ് ഫിസ്റ്റുലയിൽ സാധാരണ സർജറി എന്ന് പറയുന്നത് ആ എൻറ്റയർ ട്രാക്ക്, മുഴുവൻ ട്രാക്കും എടുത്തു കളഞ്ഞ് അത് പിന്നീട് ഉണ്ടാകാവുന്ന വ്രണത്തിനെ കണ്ടാമിനേഷൻ ഒഴിവാക്കാനായിട്ട് കൊളോസ്റ്റമി ചെയ്യും. കൊളോസ്റ്റമി എന്ന് പറയുന്നത് മലം പുറത്തേക്ക് ഒരു പ്രത്യേക ട്യൂബ് വഴി എടുത്തിട്ട് ബാഗിലെടുക്കുന്ന അവസ്ഥ ഉണ്ടാവും. അപ്പോൾ അതൊരു വലിയ സർജറിയാണ്, വലിയ സാമ്പത്തിക ബാധ്യത വരുന്ന ഒരു ചികിത്സയും കൂടിയാണ്. അപ്പം അങ്ങനെയാണ് അദ്ദേഹം ഇവിടെ എത്തുന്നത്. വരുമ്പോൾ കരഞ്ഞ ഒരവസ്ഥയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. നടക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഞാൻ ഇവിടെ വന്നത്. ഞാൻ തീരെ വയ്യായിരുന്നു, 2 പേര് പിടിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഈ രോഗിയുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് വളരെ ദുർബലമായിരുന്നു. ദുർബലം എന്ന് പറയുമ്പോൾ രോഗം കൊണ്ട് അയാൾ പ്രത്യക്ഷത്തിൽ അയാളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, ഡെയിലി ലിവിങ്ങിൽ തന്നെ അയാൾക്ക് ഇടപെടാനൊക്കെ ഉള്ള ഒരു ദുർബലത്വം അയാൾക്ക് പ്രത്യക്ഷത്തിൽ വന്നു ചേർന്നു. അത്രയ്ക്ക് വേദന സഹിക്കേണ്ട ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ പിസ്തൂല എന്ന് തുടങ്ങിയ സമയത്ത്. ചികിത്സ ഒക്കെ തുടരാൻ തീരുമാനിച്ചു, ഒരു പ്ലാനാക്കി. ക്ഷാരസൂത്രം എന്നുള്ള ചികിത്സയാണ് നമ്മളതിന് പ്രധാനമായിട്ട് ചെയ്യുന്നത്. ക്ഷാരസൂത്രം എന്ന് പറയുന്നത് വളരെ കാലമായിട്ട് ആയുർവേദത്തിൽ ചെയ്യുന്നൊരു സർജിക്കൽ പാരാസറ്റിക് പ്രൊസീജിയറാണ്. അത് ബനാറസ് യൂണിവേഴ്സിറ്റിയിലാണ് അത് ഇവോൾവ് ചെയ്തത്. ഡോക്ടർ ദേശ്പാണ്ഡെ അതുപോലെ ഡോക്ടർ ശങ്കർ എന്ന 2 മഹാന്മാരായിട്ടുള്ള സർജൻസ് ഉണ്ട്, അവരാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ക്ഷാരസൂത്രം എന്ന് പറയുന്നത് ഒരു ത്രെഡിനകത്ത് വളരെ മൈക്രോഗ്രാം വരെയുള്ള മരുന്നുകൾ മാത്രമേ ഉള്ളൂ. ആ മരുന്നുകൾ തന്നെ വളരെ കുറഞ്ഞ സമയം മാത്രമേ ആ ശരീരത്തിൽ അത് ആക്ട് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞതോടുകൂടി അതിൻ്റെ ആക്ഷൻ കഴിയുന്നു. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. അതാണ് ഇന്നിപ്പോൾ നമ്മുടെ ആയുർവേദത്തിൽ സർജൻസ് ഉപയോഗിക്കുന്നത്. സോ എക്സാമിൻ ചെയ്ത സമയത്ത് പേഷ്യന്റെ ലെഫ്റ്റ് ഗ്ലൂട്ടിയൽ റീജിയനിലായിട്ട് ഒരു 3 o'clock പൊസിഷനിൽ ഒരു എക്സ്റ്റേണൽ ഓപ്പണിംഗ് കാണുകയുണ്ടായി, പഴുപ്പോട് കൂടിയ തന്നെയായിട്ട്. എന്നാൽ റൈറ്റ് പെരിയനിയൽ റീജിയനിലായിട്ട് ഒരു ആബ്സസും അന്ന് കാണുകയുണ്ടായി.
ഈ ഒരു രണ്ട് ട്രാക്കുകളോട് ചേർന്നിട്ട് ഒരു കോമൺ ഇന്റേണൽ ഓപ്പണിംഗിലേക്ക് ഓപ്പൺ ചെയ്യുന്നതായിട്ടും കണ്ടെത്തി. അപ്പൊ ഇതിന് ഞങ്ങൾ ചെയ്തതിന് ഇൻട്രാക്ട് എന്ന ചികിത്സയാണ് ചെയ്ത്. ഡോക്ടർ മനോരഞ്ജൻ സാഹു, അദ്ദേഹം ബനാറസ് യൂണിവേഴ്സിറ്റിയിലെ ശല്യന്ത്രത്തിന്റെ പ്രൊഫസർ HOD ആയിരുന്നു. അദ്ദേഹമാണ് ഈ ഒരു പുതിയ ടെക്നിക്ക്, ഇഫ്താക്ക് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക്, ഇന്റർസെക്ഷൻ ഓഫ് ഫിസ്റ്റുലർ ട്രാക്ക് വിത്ത് ആപ്ലിക്കേഷൻ ഓഫ് ക്ഷാരസൂത്ര. അതാണ് ആ ഒരു ട്രാക്കിനെ നമ്മൾ ഇന്റർസെക്ട് ചെയ്യും, അതേസമയം ക്ഷാരസൂത്രം ഉപയോഗിക്കുകയും ചെയ്യാം. ക്ഷാരസൂത്രം അവിടെ ഉപയോഗിക്കുന്നത് അതിന്റെ സൈറ്റ് ഓഫ് ഇൻഫെക്ഷനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു കോംപ്ലക്സ് ഫിസ്റ്റുലയിൽ നമ്മൾ സാധാ സിമ്പിൾ ക്ഷാരസൂത്ര ടെക്നിക്ക് ഉപയോഗിച്ച് ചെയ്യുന്ന പോലെ എല്ലാ ബ്രാഞ്ചിലും ത്രെഡ് ഇടാതെ ഈ ഇഫ്താക്ക് എന്ന ഒരു മിനിമലി ഇൻവേസീവ് ആയ ഒരു പുതിയ ടെക്നിക്ക് പ്രകാരം ഈ കോമൺ ഇന്റേണൽ ഓപ്പണിംഗിൽ കൂടെ ആ ഒരു ട്രാക്കിനെ ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു വിധത്തിലാണ് നമ്മളിവിടെ ട്രീറ്റ്മെന്റ് ചെയ്തത്. അതുവഴി വളരെ കോംപ്ലക്സ് ആയ ഫിസ്റ്റുലകൾക്ക് നമുക്ക് വലിയ കോംപ്ലിക്കേറ്റഡ് സർജറീസ് ഒഴിവാക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് ആയുർവേദ സർജറി വിഭാഗം ഉയർന്നിട്ടുണ്ട്. അപ്പൊ അവരോട് വീട്ടുകാരോട് പറഞ്ഞിട്ട് അവർ സമ്മതിക്കുന്നില്ല. ആയുർവേദത്തിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഇതായിരിക്കും, വേദനയായിരിക്കും, അതുകൊണ്ട് പോകണ്ട. പെങ്ങന്മാരൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ ഒരു ദിവസം ഡ്രസ്സൊന്നും എടുത്തില്ല, വീട്ടിൽ നിന്ന് ഇങ്ങനെ പോരുകയില്ലേ. അങ്ങനെ പോന്നിട്ടാണ് സിസ്റ്റേഴ്സ് ഇവിടെ കൊണ്ടുവന്ന് എന്നെ അഡ്മിറ്റ് ആക്കി. ഇദ്ദേഹത്തിന് നമ്മൾ ചികിത്സ ചെയ്തു. ഇപ്പൊ ഏകദേശം കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. മാറി അവിടെ ഇപ്പം നോക്കി കഴിഞ്ഞാൽ മാർക്കുകളൊന്നും കാണൂല, അത്ര രീതിയിലൊരു ഇതായിരുന്നു ഉണ്ടായിരുന്നത്. ട്രീറ്റ് ചെയ്ത സർജിക്കൽ വൂണ്ടും മാറി. നടക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥയിലാണ് ഞാൻ ഇവിടെ വന്നത്. ഞാൻ തീരെ വയ്യായിരുന്നു, രണ്ടുപേരും പിടിച്ചിട്ടാണ് വന്നത്. അപ്പോൾ അതിൽ നിന്ന് മാറ്റി നല്ലൊരു ഭേദമായി. പിന്നെ ഇപ്പൊ സുഖമായിട്ട് നടക്കാൻ എല്ലാ കാര്യങ്ങളും ഒരു വിഷയമില്ല. ഫിസ്റ്റുലർ ട്രാക്ക് തന്നെ കാണാനില്ല, എനിക്കൊരു വലിയ അവസ്ഥയിലായി. ഒരു സർജിക്കലി അത് ചെയ്യുമ്പോൾ ഒരുപാട് ടിഷ്യൂ ലോസും ടിഷ്യൂ ഡാമേജും വരും. അപ്പം അത് ഒഴിവാക്കാനായിട്ടുള്ളൊരു വളരെ അത്ഭുതകരമായ ചികിത്സയാണ് ക്ഷാരസൂത്ര എന്ന ചികിത്സ. ഇപ്പോൾ ആയുർവേദ സർജിക്കൽ സൈഡ് എന്ന് പറയുന്നത് വളരെ അഡ്വാൻസ്ഡ് ആണെന്ന് പറയുമ്പം ഇതിൻ്റെ കൂടുതൽ ഡാമേജ് ഉണ്ടാവാതെ കൂടുതൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക, ശരീരത്തിനെ കീറി മുറിക്കാതെ തന്നെ മാറ്റാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു വലിയ മേന്മയായിട്ടാണ് നമ്മൾ കരുതുന്നത്. ഗംഗാധര സാറിന്റെ ട്രീറ്റ്മെന്റിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം ഞാനൊരു ആത്മഹത്യ ഇതിലേക്ക് പോയ ഒരു വ്യക്തിയായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് രണ്ടാമതൊരു ജീവിതം കിട്ടുമെന്നുള്ളത് പോലും എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷെ സാറിന്റെ വാക്കുകളിൽ നിന്ന് ആ പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. സാറിനെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത രീതിയിലാണ് ഞാനുള്ളത്. പിന്നെ ഇവിടെ വന്ന് എൻ്റെ അസുഖമെല്ലാം മാറി എനിക്ക് നല്ല പൂർണ്ണ സന്തോഷവാനാണ്. ഞാൻ ഇപ്പോൾ വരുമ്പോൾ കരഞ്ഞ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. സാറിനോട് ഒരിക്കലും തീർത്താൻ തീരാത്ത കടപ്പാടും കാര്യങ്ങളുണ്ട്. ആയുർവേദം എന്ന് പറയുമ്പോൾ പൊതുവിൽ പച്ചമരുന്നുകളും എണ്ണയും കുഴപ്പവും ആണുള്ള ഒരു സങ്കല്പമാണ് പൊതുവിൽ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു വിഷണം എന്ന് പറയുന്നത്. അതങ്ങനെയല്ല എന്നുള്ളത് ഇപ്പം കുറച്ചു കാലം കൊണ്ട് നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പൊ എനിക്ക് പൂർണ്ണ സുഖമായിന്, ഒരു ഇതുമില്ല, നല്ല ഇതായിട്ട് നടക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് എൻ്റെ ഇതുള്ളത്. പിന്നെ ഇത് കഴിഞ്ഞ ജോലിക്ക് പോകാന്ന് പറഞ്ഞാൽ ഞാൻ അതിലൊരു സിസ്റ്റർമാരെ അടുത്ത് കുറച്ച് ദിവസം റെസ്റ്റ് എടുത്ത് ഹൈദരാബാദിലേക്ക് തന്നെ തിരിച്ചു പോകാന്നുള്ള ഇതിലാണ് ഉള്ളത്. രണ്ടായിരത്തി 2017 മുതൽ 2023 വരെ ചെയ്തിരുന്ന ഏകദേശം ഒരു 1,200ഓളം കേസുകൾ നമ്മൾ റിവ്യൂ ചെയ്തു. റെട്രോസ്പെക്റ്റീവായിട്ട് റിവ്യൂ ചെയ്തപ്പം ഈ രണ്ട് ക്രൈറ്റീരിയ, രോഗം ഉണ്ടാകാൻ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ സ്ലീപ്പർ ഡാമേജ് ഉണ്ടായിട്ട് രോഗികൾക്ക് മല അറിയാതെ പോകുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ടോ, ഇത് നോക്കിയപ്പം നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതിൻ്റെ റെക്കറൻസും ഇത് വന്നത് ആകെ ഒരു 1.5% അത്ര മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ അത്രയും ആളുകൾക്ക് മാറ്റാൻ പറ്റിയെന്നുള്ളതാണ്.